ഹലോ ഗൈസ്, അപ്പം നമ്മളിതാ നൈറ്റിൽ നമ്മളെവിടെ പോകുന്നത് മർസാജ് ബോട്ട് ഹൗസിലെ. സോ ഇന്നത്തെ പരിപാടി അവിടെയാണ്. നിഹാൽ ആൻഡ് മീ ആൻഡ് കുഞ്ഞിലയ, സമീൻ ആൻഡ് സംഹാർ. അങ്ങനെ നമ്മൾ ആഫ്റ്റർ മൂവിക്ക് ശേഷം നമ്മളിതാ 9 മണിക്ക് ഓടിപ്പാനിട്ട് നമ്മുടെ ടൈമായെന്ന് പറഞ്ഞിട്ട് അജ്മാൻ ക്രൂയിസ്, അതായത് മർസ അജ്മാനിലുള്ള ക്രൂയിസിലുള്ള യാത്രയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ദുബായിലത്തെ ക്രൂയിസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അജ്മാനിൽ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പം കുഞ്ഞിലെ നമ്മളെ കൂട്ടിയിട്ട് പോയ സ്ഥലമാണ് ഈ ഒരു അജ്മാൻ ക്രൂയിസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അജ്മാൻ ക്രൂയിസ് വിശേഷങ്ങളാണ്. അങ്ങനെ ഞാൻ ആവേശത്തോടെ നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് പ്രവേശിച്ച് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എന്തായാലും അടിപൊളിയായിരിക്കുന്നതിൽ യാതൊരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവരുടെ ട്രീറ്റിങ്ങും ബാക്കിയുള്ള പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എന്തായാലും നമുക്കൊരു ആകാംക്ഷ ആയിരിക്കുമല്ലോ. സോ നമ്മളിതാ കയറിപ്പാട് തന്നെ നല്ല, സത്യം പറഞ്ഞാൽ കയറിപ്പോൾ ആ ഒരു വ്യൂവിൽ നിൽക്കാൻ തന്നെ ഒരു നല്ലൊരു വൈബേനു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു ഇവിടെയല്ല, അപ്പുറത്തെ സൈഡിലേക്കാണ് പോകണ്ടേന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാ മേലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നേനു. കുട്ടികൾക്കൊന്നും തിരിയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അവർ ജനിച്ചപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് പോയിരുന്നില്ല. കാരണം വെള്ളത്തിൻ്റെ ഒക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്ഥലത്ത് പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരാദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്താണെന്നുള്ളത്. നമ്മളെക്കാട്ടും കൂടുതൽ അവർക്കായിരുന്നു ആ ഒരു എക്സൈറ്റഡ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളിതാ അവിടുത്തെ ഇങ്ങനെ സ്റ്റാർ കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ മേലയിലാണ് നമ്മുടെ സിറ്റിങ്സും അറേഞ്ച്മെൻറ്റ്സൊക്കെ. അപ്പോൾ നമ്മൾ അവിടുത്തെ സ്റ്റാറിലേക്ക് കയറുന്നു. അങ്ങനെ നമ്മൾ ആ ഫ്ലോറിലെത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും തിരിയുന്നില്ലേനു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ എന്താ ഏതോ ഒരു ലോകത്തെത്തിയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ കളിയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടായിരിക്കും അല്ലേ. എനിക്ക് അവർ മ്യൂസിക്കും ആ ഒരു ഇതെല്ലാം കൊണ്ടും ശരിക്കും ഡാൻസ് കളിക്കാൻ തോന്നുന്നത് എന്തല്ലോ ഞാനാന്ന് തോന്നുന്നു അവിടെ തുള്ളി കളിക്കുന്ന ഒരാളായിട്ട് എനിക്ക് അന്നേരം തോന്നിയത്. പിന്നെ അവർ നമ്മളോട് പറഞ്ഞ് നിങ്ങളിങ്ങനെ ഡൈനിങ്ങിലിരിക്കണം, അവർക്കിങ്ങനെ ഫുഡൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനിൽ. അപ്പോൾ സോങ്സൊക്കെ വെച്ചപ്പോൾ സാമിൻ്റെ വക അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഓനും എന്നെപ്പോലെ കുറച്ച് ഡാൻസ് മൈൻഡാണ്. മാഷാഅല്ലാഹ് നല്ലോണം കുഴപ്പമില്ലാണ്ട് ഡാൻസ് കളിക്കും. അങ്ങനെ ഓനും ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 100 ദിറംസാണ്, പക്ഷേങ്കിൽ ഭയങ്കര വർത്താന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടായി. ഒരു ഫോട്ടോഗ്രാഫർ വന്നിട്ട് നമ്മളെല്ലാവരും ഫോട്ടോ എടുത്ത്, ഞാൻ വിചാരിച്ച് അവർ ചിലപ്പോൾ അവരെ ഓർമ്മക്ക് ഇങ്ങനെ എടുത്തിട്ട് പോകുന്നതായിരിക്കും. അവരെ ക്രൂസിൽ അവരിങ്ങനെ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതായിരിക്കും. ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്, അത് നിങ്ങൾക്ക് കുറച്ചായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അയാൾ പോയി. പിന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക്, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു വെൽക്കം ഡ്രിങ്ക് സ്ട്രോബെറി മൊജിറ്റോ, പിന്നെ വേറെ എന്തൊക്കെയോ ജ്യൂസ് ഉണ്ട്. അപ്പം നമ്മളിത് നാട്ടിലത്തെ ആൾക്കാർക്കൊക്കെ നമ്മളിങ്ങനത്തെ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കാണാൻ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയാളെ വയലിൻ വായന ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഗൈസ്. നല്ല എന്താ പറയുക, നമ്മൾ ആ ഒരു വൈബിൽ നമ്മൾ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ എനർജറ്റിക് ആക്കുന്നുണ്ടേനു ഇവർ ഈ ഒരു വയലിൻ. നമ്മളെല്ലാവരും ഇങ്ങനെ കുഞ്ഞിലെ ആയിക്കോട്ടെ എല്ലാവരും ഭയങ്കര ഇങ്ങനെ ആസ്വദിച്ചിട്ട് ആ ഒരു വയലിനിലായാലും അവർ ആ ഒരു മ്യൂസിക്കിലായാലും ഞാൻ ശരിക്കും വേറെ വൈബിലെത്തി. എനിക്കിങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുന്നേ ഉണ്ടായിട്ടില്ല. എനിക്കിങ്ങനെ തുള്ളി കളിച്ചു അത് അവർ ആ മ്യൂസിക്കും DJയും അതുപോലെ ആംബിയൻസൊക്കെ കണ്ടിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവമേനു. അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ ഏതോ ലോകത്ത് സ്വപ്നം കാണുന്ന പോലെയായിരുന്നു ഉണ്ടായത്. പിന്നെ മെല്ലെ നമ്മുടെ ഈ ഒരു ബോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അവിടുന്ന് ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മൂവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ട് ഓൾറെഡി മൂവ് ചെയ്ത് അങ്ങനെ നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഫോട്ടോസും, പിന്നെ ഞാൻ ലൈവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് നിന്ന് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ കുഞ്ഞിലെ ഞങ്ങൾക്ക് പിന്നെയും ജ്യൂസെല്ലാം കൊണ്ടുത്തരുന്നുണ്ട്. പിന്നെ ഇയാളെ വയലിൻ വായന. അങ്ക് എത്ര ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടും മതിയാവുന്നില്ലേനു. ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് പിന്നെയും കാരണം എൻ്റെ ആ റെഡ് ഡ്രസ്സായതുകൊണ്ട് തന്നെ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് എന്തോ ഭാഗ്യത്തിന് ഞാൻ ആ ഡ്രസ്സ് ഇട്ടത്. ഇനി നമുക്ക് ഫുഡിൻ്റെ ടൈം ആവാനായി ഗൈസ്. അപ്പം നമുക്കിനി ഫുഡിൻ്റെ ജസ്റ്റ് ഒരു ഫുഡ് റിവ്യൂ കാണാം, എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളത്. അപ്പോൾ ഫുഡിൻ്റെ റിവ്യൂ പറയുന്നത് നിഹാലാണ്. അപ്പോൾ ഓനാണ് ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓ പറയുന്നത് നിങ്ങൾ കേട്ടോ. ഇതാ സ്റ്റേഴ്സ് വരുന്നത്. സ്റ്റേഴ്സ് വന്ന് ഇങ്ങനെ ഇത് മെയിൻ വ്യൂ. ഇങ്ങനെ മുന്നോട്ട് പോയി വെൽക്കം ഡ്രിങ്ക്, ഫ്രൂട്ട്സ്, ഡെസേർട്സ്, പിന്നെ എന്തൊക്കെയല്ലോ സാധനങ്ങളുണ്ട്. എന്തെന്നാണെന്ന് അറിയില്ലോ. പിന്നെ ഇവിടെ ഇതാ ഇപ്പൊ ഫ്രൈ ചെയ്തെടുക്കുന്ന എന്തെല്ലോ സാധനം, ശ്രിമ്പാന്ന് തോന്നുന്നു, കൊഞ്ചനാന്ന് തോന്നുന്നു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ്, പിന്നെയാണ് സാധനം. ഇനിയാണ് സാധനം. ഓക്കെ, ഇതെല്ലാം ഫുഡ്. എന്തെല്ലാം ഫുഡാണെന്നൊന്നും അറിയില്ല. അതെല്ലാം കുറച്ച് കഴിഞ്ഞ് അയച്ചാണ്. പിന്നെ ഇത് സലാഡ്സ്. Guys, this is Marsa Ajman. Loads of desserts and fruits. We're now listening to DJ LK. Zapada. സത്യം പറയുകയാണെങ്കിൽ 100 dirhams എന്നൊക്കെ പറയുന്നത് ഈ ഒരു ക്രേസിൽ വന്നിട്ട് ചെറിയൊരു റേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. അത്രക്കും വേർത്തായിരുന്നു. കുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും അവരെടുത്ത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാബിൾ നോക്ക്. സത്യം പറയുകയാണെങ്കിൽ ഇത് നമുക്ക് എത്ര ഫുഡ് വേണ്ടിക്കലും എടുക്കുക, നമുക്ക് തന്നെ എന്താ എടുക്കേണ്ടേ തിരുന്നില്ലേനും. മെയിനായിട്ടുള്ളൊരു കോഴ്സ് സീ ഫുഡാണ്. അപ്പോൾ സീ ഫുഡ് എന്ന് വെച്ചാൽ ചിക്കനും ബീഫും ഒക്കെ ഉണ്ട്, എന്നാൽ പോലും സീ ഫുഡാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവർ ഈ ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുമ്പം പോലും നമ്മൾ ആ ഒരു എൻജോയ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫുഡ് എടുത്തതിൽ സങ്കടം ഉണ്ടായിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫുഡുകൾ വേസ്റ്റ് ആവില്ല. എനിക്ക് നിഹാൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേനോ, ഇത്രയും ഫുഡ് അവിടെ ബാക്കി ഉണ്ടാകുമ്പോൾ അവരെന്താ ഈ ബാക്കിയുള്ള ഫുഡൊക്കെ ചെയ്യാന്നുള്ളത്. കാരണം അത്രയും ആൾക്കാർ ആവേശത്തിൽ ഫ്രീ ഫുഡാന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് ബാക്കിയൊക്കെ വേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ അടുത്തതൊരു മാജിക് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ജാമിനെയാണ് ഇതായിട്ട് വിളിച്ചത്. അപ്പോൾ ജാമി ഭയങ്കര അതിശയത്തിലേനും ഉണ്ടായത്. ഓനെ കൊണ്ടാണ് മാജിക് ഏൽപ്പിച്ചുകൊണ്ട് തന്നെ ഓൻ ആ ഒരു ഷോക്കായിട്ട് ഓനുണ്ടായത്. പിന്നെ ഈ ഒരു മാജിക് കണ്ടിരിക്കാനും നല്ല രസമുണ്ടായിരുന്നു. അവരെ മാജിക് സക്സസ് ആയെന്നൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു മജീഷ്യനായിരുന്നു. നമ്മളായിട്ട് നല്ല കമ്പനിയായി. നല്ലൊരു എന്താ പറയുക, കിബറില്ലാത്ത ഒരാളെന്നൊക്കെ പറയൂലേ, അതുപോലത്തെ ഒരു മനുഷ്യനെ. മാജിക് കഴിഞ്ഞിട്ടും അവർ നമ്മളിങ്ങനെ ഓരോ ടോക്കിങ്ങും സംസാരമൊക്കെ ഉണ്ടായിരുന്നു. നാട് എവിടെയാന്നൊക്കെ ചോദിച്ചിട്ട്. കേരളം എന്ന് പറയുമ്പോൾ വേറെ തന്നെ അവർക്ക് കേരളം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കതൊരു പ്രൗഡാണ് ഗൈസ്. കാരണം കേരളക്കാർ നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഇവർക്ക് ഈ ഒരു അറബിക് കൺട്രീസിലുള്ളവർക്കൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യും അവർ. ശരിക്കും അന്ന് മലയാളീസായിട്ട് നമ്മളും വേറൊരു ഫാമിലി മാത്രമേ ഉണ്ടായത്. ബാക്കിയൊക്കെ അറബിക് ആൻഡ് ജോർദാനി ഫാമിലീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയാണ് ഗൈസ് അടിപൊളിയായിട്ടുണ്ടായത്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഈ അറബീഷ്യൻസിൻ്റെ കൂടെ ഈ ഒരു ഡാൻസ്, അവർ ട്രഡീഷണൽ ഡാൻസൊക്കെ അവരങ്ങ് പഠിപ്പിച്ചിരുന്ന് അവരായിട്ട് ഭയങ്കര കമ്പനിയായി. അപ്പോൾ ഈ അറബികളോടൊക്കെ കമ്പനിയാന്ന് വെച്ചിരുന്നത് നമുക്ക് ഭയങ്കര ഒരു ഭാഗ്യമായി. കാരണം ആ അറബി എന്നിട്ട് ലാസ്റ്റ് നമ്മൾ വീഡിയോ എടുത്ത് കണ്ടിട്ട് എൻ്റെ അടുത്ത് നമ്പറൊക്കെ വാങ്ങി. ഞാൻ കേരള എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇതായി കേട്ടോ.
എൻ്റെ ഡാൻസും ഞാൻ അവരിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്നതായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് കളിക്കുന്നത്. ഈ ചെക്കൻ അടിപൊളിയായിരുന്നു. പിന്നെയും അവർ നിർത്തുന്നേ ഇല്ല, എന്നെ വിളിച്ച് അങ്ങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വന്നപ്പോൾ ഇങ്ങനെ കളിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇവരെ കിട്ടിയപ്പം ഭയങ്കര കമ്പനിയായി. പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നില്ല, ആ ഫോട്ടോഗ്രാഫർ. സംഭവത്തിൽ ഫോട്ടോഗ്രാഫർ ആ ഒരു ബിസിനസ് മൈൻഡിനും കേട്ടോ. ഓരോ നമുക്ക് ഈ ഒരു ഫോട്ടോസ് ഉണ്ട് ആൽബമായിട്ട് കൊണ്ടെത്തിയിരുന്നത്. നമ്മൾ 5 ഫോട്ടോസ്, പക്ഷെ നല്ല ക്യൂട്ട് ഫോട്ടോസ്. പക്ഷേങ്കിൽ 150 റംസാണ് ആ ഫോട്ടോസിന് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഡിസ്കൗണ്ട് ആക്കി ലാസ്റ്റ് 50 റംസ് കൊടുത്ത് ഒതുക്കി അത് വാങ്ങി. അത് ഭയങ്കര ഒരു നല്ലൊരു ഗിഫ്റ്റേനു. അപ്പോൾ അത് കുഞ്ഞിൽ എന്തായാലും നമ്മൾ ഫോട്ടോസ് അയാൾക്ക് എന്ത് ചെയ്യാനോ, എന്നിട്ട് അയാൾ 50 റംസ് തന്നെ. ഡാൻസ് നിർത്തിയിട്ടേ ഉണ്ടായിരുന്നില്ല, നല്ല DJ വൈബിൽ. ആ അറബിക് ലേഡി ഭയങ്കര ഫ്രണ്ട്ലി, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ആ ലേഡീന. അവരുടെ ഫാമിലി മൊത്തം വൈബേനു. നമുക്ക് പറ്റിയൊരു ടൈപ്പ് ഓറ്. നമ്മൾ രണ്ടാളെന്നെ കൂടുതൽ എൻജോയ് ചെയ്തത്, ഞാനും ആ ഒരു അറബി ലേഡിയും. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ബലൂൺസൊക്കെ അവർ ഗിഫ്റ്റ് കൊടുത്ത്. ഇതാ നമ്മളെ കപ്പൽ ഇതാ ഇനി എത്താനായി. 2 ഹവേഴ്സ് 2.5 മണിക്കൂറോളം നമ്മൾ അതിൽ സമയം പോയത് അറിഞ്ഞിട്ടില്ല. എത്താനായ ടൈം പോയാൽ നേരം ആലോചിക്കുന്ന വേറെ തന്നെ ഒരു ലൈഫ്, വേറെ തന്നെ ഒരു ലോകം. നിങ്ങൾ എന്തായാലും പോകണം. 100 ദിറംസിന് മർസ അജ്മാലിൽ ഇങ്ങനെ ഒരു ബോട്ട് ഹൗസ് ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. കാരണം അത്രയും വേർത്താണ്, നിങ്ങൾക്ക് എന്തായാലും വേർത്താണ്. ഞാൻ ഗ്യാരണ്ടിയാണ്, 200% ഗ്യാരണ്ടിയാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴാണ് ജമ്മക്ക് ഇപ്പോൾ ഇങ്ങനെ കാറ് ഓടിക്കണം എന്ന് പറഞ്ഞത്. ടയേർഡേനു ഞാൻ അത്രയും തുള്ളി കളിച്ചിട്ട്. പക്ഷെ കുഞ്ഞിലെ പറഞ്ഞേ മക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം എന്നുള്ള സിദ്ദീഖിൻ്റെ ഡയലോഗ് പറയുന്ന പോലെ അങ്ങനെ അവരെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാനായിട്ട് കുഞ്ഞിലുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ടയേർഡായ ഞാൻ പിന്നെ കാർ ഓടിച്ച്. പക്ഷെ കുട്ടികൾ ഹാപ്പി ആയതിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ ഇതാ ജാമ്യാണ് കേട്ടോ എനിക്ക് വീഡിയോസ് എടുത്താന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ നമ്മൾ 3 ആൾക്കാരും ആദ്യം അവൻ കയറിയിട്ടില്ല ഡിമാൻഡായിട്ട്. പിന്നെ നമ്മൾ 3 ആൾക്കാരും കൂടി കാർ ഓടിച്ച്. അങ്ങനെ ഇത് ഏകദേശം 12:30 മണിയായി. നമ്മൾ എന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇവർ കാറൊക്കെ ഓടിച്ചിട്ട് ഇവരും ടയേർഡായി ഉറക്കി വരുന്നതെന്നൊക്കെ പറയുന്നുണ്ടേനു. അങ്ങനെ നമ്മളെ കാറ് വന്ന് നമ്മളിതാ ഇന്നത്തെ ദിവസം അങ്ങനെ Day 2 കഴിഞ്ഞിരിക്കുന്നു. Day 2 നമ്മൾ എല്ലാം കൊണ്ടും അടിച്ചു പൊളിച്ച ദിവസം. അങ്ങനെ Day 3 നമ്മൾ രാവിലെ തന്നെ എണീച്ചിട്ട് നമ്മൾ ഗ്രോസറിയിൽ പോയിട്ട് കുട്ടിക്ക് ചോക്ലേറ്റ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനും നിഹാലും ഗ്രോസറിയിൽ നിന്ന് കുട്ടിക്കുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നേനു. ജമ്മ ഭയങ്കര ഉഷാറാണ് കേട്ടോ, അങ്ങനത്തെ എല്ലാം ഇങ്ങനെ പാക്കറ്റ് പിടിച്ചിട്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ചും കൂടി വലുതായാലും ഒരൊറ്റക്ക് പോട്ടെ എന്നൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഗായ്സ് നമ്മളിത് അജ്മാനോട് വിട പറയുകയാണ് കേട്ടോ. എന്തോ ഭയങ്കര സങ്കടമുണ്ട് ശരിക്കും. ഇവരുടെ അടുത്ത് ഭയങ്കര കംഫർട്ടാണ്. കുഞ്ഞിലാനെ മുടിപ്പിച്ചിന് ഞാൻ 2 ദിവസം. കുഞ്ഞിലൊന്നും എടുക്കാൻ വിടൂല, കുഞ്ഞിൽ തന്നെ എല്ലാം A to Z ചെയ്തത് കണ്ട. ആ ഒരു സങ്കടം ജമ്മക്ക് ഭയങ്കര ഉണ്ടായിരുന്നു, ജാമിക്കുണ്ടായിരുന്നു. പക്ഷെ ജാമി കുറച്ച് മനസ്സിൽ വെക്കും. ഇവൾക്ക് കരച്ചിലായിരുന്നു. ഉപ്പാപ്പ എന്നാണ് കുഞ്ഞിലാനെ വിളിച്ചത്. ഒക്കെ അത്ര ഇഷ്ടമായിരുന്നു കുഞ്ഞിലാനെയും. നിയാളുടെ അടുത്തുനിന്നും വന്നതിൽ സങ്കടമാണ് എൻ്റെ മോളെ മുഖത്ത് കാണുന്നത്. ഓക്കെ ഇനി പോകണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് എൻ്റെ മോള ഇനി നമുക്ക് വരാം, ഇനി നിയാൽക്കാക്ക അങ്ങോട്ടേക്ക് വരും ഇൻഷാ അല്ലാ. നിയാൽ ഇനി അല്ലയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അവർ അജ്മാലിൽ വന്നിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത പോലെ അല്ലയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമുക്കും അവരെ ട്രീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളെ ബസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ ബസ്സിലേക്ക് അല്ലെങ്കിൽ ഇനി അജ്മാലിലേക്ക് പോസ്റ്റായിട്ട് പോകണം എന്നാലോചിച്ചപ്പം ഞാൻ ഉറങ്ങി. വരുമ്പം നല്ല ആവേശത്തോടെ വന്ന ഞാൻ പോകുമ്പോൾ നല്ല ചത്ത പോലെ ടയേർഡോടെയാണ് പോകുന്നത്. ഭയങ്കര ടയേർഡേനു. ഞാൻ നല്ലോണം ഉറങ്ങി. അല്ലെങ്കിൽ എത്താത്ത പോലെ ഉണ്ടേനു. ഭയങ്കര ലോങ് യാത്ര. പക്ഷെ എന്തായാലും ഉറങ്ങിയത് കൊണ്ട് കുറേയൊക്കെ സമയം പോയത് അറിഞ്ഞിട്ടില്ല. ലാസ്റ്റ് നമ്മളിതാ അല്ലയിലേക്ക് എത്തി. അപ്പോൾ ബാഗൊക്കെ ഇങ്ങനെ എടുക്കേണ്ടി ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ജാമി അന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത്. മാഷാല്ലാ, ഇങ്ങനത്തേനെല്ലാം മക്കൾ ഭയങ്കര ഉഷാറാണ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം ഞാൻ ടയേർഡായി കണ്ടുകൊണ്ട് തന്നെ ആ ബാഗൊക്കെ എടുത്തുതരാനും ആ കുഞ്ഞി കൈകൾ കൊണ്ട് അത്രയും വലിയ ബാഗ് എടുക്കുന്നത് കണ്ടപ്പോൾ സത്യം പിന്നെ എനിക്ക് സങ്കടമായി.
പിന്നെ ഞാൻ അവരെ ഹെൽപ്പാക്കി. നമ്മളിതാ എന്നിട്ട് ടാക്സിയിൽ നമ്മൾ റൂമിൽ നിന്ന് ടാക്സി വലിയ ദൂരമൊന്നുമില്ല. അങ്ങനെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെയും കാണാം. ബൈ ബൈ.